പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ സന്തോഷമുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഫ്രഷേഴ്സിന് സ്വകാര്യ മേഖലയിൽ ജോലി ലഭിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ഒരു തടസ്സമാണ്. അത് മറികടക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതി. 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മോദി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് ജോലിക്കാരോടൊപ്പം തന്നെ തൊഴിലുടമകളെയും ഫോക്കസ് ചെയ്യുന്ന പദ്ധതിയാണ്. സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ യുവാക്കളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ആരംഭിച്ച പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന എന്ന പദ്ധതിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പാർട്ട് എ, 2 പാർട്ട് ബി. പാർട്ട് എ എന്നാൽ ആദ്യമായി പ്രൈവറ്റ് സെക്ടറിൽ ജോലി നേടുന്നവരും, പാർട്ട് ബി എന്നാൽ പുതുതായി ഫ്രഷേഴ്സിന് ജോലി കൊടുക്കുന്ന തൊഴിലുടമകളും. തൊഴിലാളിക്കും തൊഴിലുടമയ്ക്കും ഇൻസെന്റീവ് നൽകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ഈ പദ്ധതി പ്രകാരം 2025 ആഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ ആദ്യമായി പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. 1 ലക്ഷത്തിന് താഴെ ശമ്പളമുള്ളവർക്ക് 15,000 രൂപയാണ് ഇൻസെന്റീവായി കേന്ദ്ര സർക്കാർ നൽകുക. ജീവനക്കാർക്ക് ലഭിക്കുന്ന 15,000 രൂപ 2 ഗഡുക്കളായാണ് ലഭിക്കുക. 6 മാസം തുടർച്ചയായി ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് ആദ്യത്തെ ഗഡുവായ 7,500 രൂപ ലഭിക്കുക. ശേഷം 6 മാസം കൂടി ജോലിയിൽ തുടരുമ്പോൾ EPF പോർട്ടൽ വഴിയുള്ള ഫിനാൻസിംഗ് ലിറ്ററസി കോഴ്സ് പൂർത്തിയാകുന്നതോടുകൂടി രണ്ടാമത്തെ ഗഡുവായ 7,500 രൂപ കൂടി ലഭിക്കുന്നു. ഈ തുകകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ തൊഴിലുടമകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ഇത് കാരണമാകും. ഒരു പുതിയ തൊഴിലാളിക്ക് 6 മാസം വരെ തന്റെ സ്ഥാപനത്തിൽ ജോലി കൊടുത്താൽ 2 വർഷക്കാലത്തേക്ക് പ്രതിമാസം 3,000 രൂപ വരെ തൊഴിലുടമയ്ക്ക് ലഭിക്കുന്നതാണ്. അത് 2 പുതിയ ജോലിക്കാരാണ് ഉള്ളതെങ്കിൽ 6,000 രൂപ വരെ ലഭിക്കും. മാനുഫാക്ചറിംഗ് സെക്ടർ ആണെങ്കിൽ ഇത് 4 വർഷക്കാലത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ EPF മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ജീവനക്കാരുടെ സമ്പാദ്യശീലം വളർത്താനും ഇൻഷുറൻസ്, സൈബർ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും കൂടിയാണ് ഫിനാൻസിംഗ് ലിറ്ററസി കോഴ്സ്. 1 ലക്ഷം രൂപയ്ക്ക് താഴെ മാസശമ്പളം ലഭിക്കുന്ന EPF അംഗത്വമുള്ള സ്വകാര്യ മേഖലയിലെ പുതിയ ജോലിക്കാർക്കാണ് ഇൻസെന്റീവ് ലഭിക്കുക. ഇതിനുവേണ്ടി PM വികസിത് ഭാരത് റോസ്ഗർ യോജനയുടെ ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. ഉമംഗ് ആപ്പ് വഴി ഫേസ് ഓതന്റിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് UAN അഥവാ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ജനറേറ്റ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. തൊഴിലുടമകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹന തുകയെക്കുറിച്ച് പറയുമ്പോൾ നിർമ്മാണ മേഖലയിലെ തൊഴിലുടമകൾക്ക് 4 വർഷം വരെയും മറ്റു മേഖലകളിൽ 2 വർഷം വരെയുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. 10,000 രൂപ വരെ ശമ്പളമുള്ള ഓരോ തൊഴിലാളിയുടെയും ശമ്പളത്തിന്റെ 10% വീതമാണ് തൊഴിലുടമയ്ക്ക് ഇൻസെന്റീവായി ലഭിക്കുക. 10,000 മുതൽ 20,000 രൂപ വരെ ശമ്പളമുള്ള ഓരോ തൊഴിലാളിയുടെയും ശമ്പളത്തിന്റെ 20% വീതമാണ് തൊഴിലുടമയ്ക്ക് പ്രോത്സാഹനമായി ലഭിക്കുക. 20,000 അതിനു മുകളിലോ ശമ്പളമുള്ള ഓരോ തൊഴിലാളിയുടെയും പേരിൽ 3,000 രൂപ വീതം തൊഴിലുടമയ്ക്ക് ലഭിക്കും. 50-ൽ കുറഞ്ഞ ജീവനക്കാരുള്ള സ്ഥാപനമാണെങ്കിൽ കുറഞ്ഞത് 2 പുതിയ തൊഴിലാളികൾക്കെങ്കിലും ജോലി കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. 6 മാസം അവർക്ക് തുടർച്ചയായി ജോലി കൊടുക്കുകയും വേണം. 50 പേരിൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ കുറഞ്ഞത് 5 പേർക്കെങ്കിലും പുതുതായി ജോലി കൊടുത്തിരിക്കണം. അവരെ 6 മാസം ജോലിക്ക് വെക്കുകയും വേണം. ഇതാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. വൻതോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സ്വതന്ത്ര ഭാരതത്തിൽ നിന്ന് സമൃദ്ധ ഭാരതത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്ന ഒരു നാഴികക്കല്ലാകും ഈ പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിലൂടെ രാജ്യത്തിൻ്റെ തൊഴിൽ രംഗത്തെയും സാമ്പത്തിക വളർച്ചയെ നയിക്കുന്ന വ്യവസായങ്ങളെയും ശാക്തീകരിക്കാൻ കഴിയും. രാജ്യത്തെ 3.5 കോടി യുവതീ-യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 99,446 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.